ഹലോ മക്കളെ, ലാമൻ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു US ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും USSൻ്റെ ഒരുക്കത്തിലാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? USS എന്ന് പറയുന്ന പേരൊക്കെ മാറിയതായിട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നിങ്ങൾ 7ാം ക്ലാസ്സിൽ, ഇപ്പോൾ 4ാം ക്ലാസ്സിൽ LSS എഴുതിയ വിദ്യാർത്ഥികളും LSS കിട്ടിയ വിദ്യാർത്ഥികളൊക്കെ എൻ്റെ മുമ്പിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അങ്ങനെ 7ാം ക്ലാസ്സിൽ എത്തി നിൽക്കുന്ന നിങ്ങൾ ഇനി USS എക്സാമിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ വെൽക്കം അല്ലേ, നിങ്ങളെല്ലാവരെയും ആ ഒരു USSൻ്റെ ആ ഒരു വലിയ ലോകത്തിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ USSൻ്റെ പേരൊക്കെ ഒന്ന് മാറി, ഒരു വലിയ പേരായിട്ടത് മാറിയിട്ടുണ്ട്. നോക്കിയേ, CM കിഡ് സ്കോളർഷിപ്പ് എന്നായിട്ട് അതിൻ്റെ പേരൊന്നും ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ USS ഇനി അറിയപ്പെടാൻ പോകുന്ന, LSSും USSും ഇനി അറിയപ്പെടാൻ പോകുന്ന പേരെന്ന് പറയുന്നത് CM കിഡ് സ്കോളർഷിപ്പ് എന്നാണ്. ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇൻ്റലിജൻസ് ആൻഡ് ഡിലിജൻസ് സ്കോളർഷിപ്പ് എന്നാണ് ഇനി USS അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും പേരൊക്കെ വലുതായെങ്കിലും സിലബസിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും നിലവിൽ നമുക്ക് കിട്ടിയ വിവരങ്ങളിലൊന്നുമില്ല. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 7th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് കവർ ചെയ്യാം. അതിൽ ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ സയൻസ് വിഷയങ്ങൾ, മാത്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റുകളൊക്കെ ഒപ്പം തന്നെ അതിലേക്ക് മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചേർത്തുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഗൈഡിൻ്റെയൊക്കെ സഹായത്തോടു കൂടി, നമ്മുടെ ഗൈഡിൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾ കാര്യമായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചോളാം. എന്തിനു വേണ്ടിയിട്ട്? USS എക്സാമിന് വേണ്ടിയിട്ട്. അങ്ങനെ USS സ്കോളർഷിപ്പ് കിട്ടിയിട്ട് വേണം നമുക്ക് അടുത്ത വർഷം NMMS ഒക്കെ എഴുതിയിട്ട് അതും നമുക്ക് നേടിയെടുത്ത് അങ്ങനെ ഓരോ ചുവടുകളായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ നേടിയെടുത്തുകൊണ്ടേ പോവാം. അപ്പോൾ ഏതായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലാമൻ സൊല്യൂഷൻസ് ഫസ്റ്റ് USS ക്ലാസ്. സോ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ USS ഇംഗ്ലീഷ് എന്ന് പറയുന്നതിലേക്കാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം USSന് എന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ആ ഒരു പേര് ഓർമ്മ വേണം, CM കിഡ് സ്കോളർഷിപ്പ്. പറയാൻ എളുപ്പം USS എന്നാണെങ്കിലും CM കിഡ് സ്കോളർഷിപ്പിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ മാർക്ക് 15 ആണ്. 15 മാർക്കാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മാത്രമായിട്ട് നിങ്ങൾ നേടാൻ പോകുന്നത്. അതിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഷുഡ് ഐ സ്റ്റഡി? ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കണ്ടന്റുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. കേൾക്കുന്ന സമയത്ത് കുറച്ച് വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് നമ്മളിങ്ങനെ ക്ലാസ്സുകളിലൂടെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ആക്ച്വലി. വളരെ സിമ്പിളായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അതിലാദ്യം ഒരു 4 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഒരു ഏരിയയാണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 6ാം ക്ലാസ്, ഇപ്പം നിലവിൽ 7th നിങ്ങൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഈ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ ഒരു പോയമോ തന്നിട്ട് അതിൽ നിന്നൊരു 4 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതി, അതിനെയാണ് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ USS എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. 4 മാർക്കാണ് അതിൽ നിന്ന് ചോദിക്കുക. പിന്നീട് വരുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിൽ ക്വസ്റ്റ്യൻ ടാഗ് ഇതുവരെ ഉള്ള USS എക്സാമുകൾക്ക് അധികം വരാത്ത, എന്നാൽ എല്ലാ തരം ഗൈഡുകളിലും ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു ഗ്രാമർ ഏരിയയാണ് ഇത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻ ടാഗ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് തീർച്ചയായിട്ടും വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കും. എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലായിട്ട് വരുന്ന ഒരു വർക്ക്ഷീറ്റാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇഫ് ക്ലോസ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാ USS എക്സാമിനും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പല ചാപ്റ്ററിലും, 7ാം ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിലും 1-2 ഫ്രേസൽ വെർബുകളൊക്കെ അതിൽ വന്നു പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീനിങ് ഈസ് വെയർ എന്നാണ്, ധരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ വേർഡ് ബൈ വേർഡ് നോക്കുന്ന സമയത്ത് ഒരു മീനിങ്ങും, എന്നാൽ ആക്ച്വൽ മീനിങ് നോക്കുന്ന സമയത്ത് മറ്റൊരു മീനിങ്ങും ഒക്കെ തരുന്ന ഫ്രേസൽ വെർബുകൾ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചു പോകാനുണ്ട്. അതുപോലെ ടെൻസുകൾ ഒരിക്കലും ഒഴിച്ചുകൂടാനാവില്ല. നമുക്ക് ടെൻസിൽ നിന്നും 2 മാർക്ക്, 1 മാർക്കിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. സിമ്പിൾ പ്രസൻറ്റ്, പാസ്റ്റ് ടെൻസ്, അതുപോലെ ഫ്യൂച്ചർ ടെൻസ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാം സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തും. അതുപോലെ കളക്റ്റീവ് നൗൺ പഠിക്കാനുണ്ട്. ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ കേൾക്കുന്ന ഒരു സംഗതിയാണ്, ആ പേര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. പക്ഷേ ഫ്ലോക്ക് അല്ലേ, ഒരു കൂട്ടം ആട്ടിൻ കൂട്ടങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഫ്ലോക്ക് ഓഫ് ഷീപ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ പാക്ക്, വൂൾഫിൻ്റെ ഒക്കെ, ചെന്നായ്ക്കളുടെ ഒക്കെ കൂട്ടത്തിനെ നമ്മൾ എന്താ പറയുക,
പാക്ക് എന്നാണ് പറയുക. അപ്പം ഇത്തരത്തിലുള്ള കളക്റ്റീവ് നൗൺസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ഉണ്ട്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ആമീസാറിൽ നമ്മൾ ആമിന് കൊടുക്കുന്ന പോലെ, ദേ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ആമീസാറിൽ നിന്നും ആറിനെ കൊടുക്കുന്ന പോലെയുള്ള സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും അറിവുണ്ടാകണം. ഒരു മാർക്ക് ചോദിക്കും. 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അറിയാത്തൊരു ടോപ്പിക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിലേറ്റീവ് പ്രോനൗൺസ് ഏതൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ് തുടങ്ങിയിട്ടുള്ള റിലേറ്റീവ് പ്രോനൗൺസിനെ എങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇഡിയംസ് പഠിക്കാനുണ്ട്. ഇഡിയംസ് അല്ലേ, ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ഒരു ഇഡിയമാണ്. എന്താണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് പെയ്യുന്നു എന്നാണോ? ഒരിക്കലല്ല. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് വെരി ഹെവി റെയിൻ എന്നാണ്. വളരെ ഹെവി ആയിട്ടുള്ള മഴ പെയ്യുന്ന സമയത്താണ് അങ്ങനെയുള്ള ഒരു ഇഡിയം നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ ഹൗ വാസ് ദി എക്സാം എന്ന് കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് ചില ആളുകളെങ്കിലും പറയും ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയാറുണ്ട്. ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. എന്താ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം കേക്കാണെന്നാണോ? ഒരിക്കലുമല്ല. എന്താണ് അതിൻ്റെ മീനിങ്? ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. അവിടെ പീസ് ഓഫ് കേക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് വെരി ഈസി എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഡിയംസുകൾ നമുക്ക് ഒരു ലിസ്റ്റ്, ഒരു വലിയ ലിസ്റ്റിന് നമുക്ക് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഏത് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ പോയം ബേസ്ഡ് ആയിട്ട് ഒരു മാർക്കിന് ചോദിക്കുന്ന ഒന്നാണ് പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാ? സിമിലി, അലിറ്ററേഷൻ, മെറ്റഫർ തുടങ്ങിയിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ കാര്യമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവും. അതും കൃത്യമായിട്ട് എല്ലതും മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തുടങ്ങി കൺജങ്ഷൻസ്, ലിങ്കിങ് വേർഡ്സ് തുടങ്ങിയിട്ടുള്ള കുറേ ഫ്രേസൽ വേർബുകൾ മറ്റൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4 മാർക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെങ്കിൽ കൂടി ബാക്കിയുള്ള 11 മാർക്കിൻ്റെ ഏരിയാസ് എന്ന് പറയുന്നത് കുറച്ച് വൈഡാണ്. എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പരീക്ഷയുടെ ഒരു ഘടനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഓൺലി ഫോക്കസ് ചെയ്യുന്നത് എന്തിൽ മാത്രമാണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലാണ് എങ്കിൽ പോലും USS എക്സാമിന്, ഇപ്പോഴത്തെ ആ ഒരു CM കിഡ് സ്കോളർഷിപ്പ് എക്സാമിന് 2 പേപ്പറുകളായിട്ടാണ്, പേപ്പർ 1 പേപ്പർ 2 എന്ന് പറഞ്ഞ് 2 പേപ്പറുകളായിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക. അതിൽ പേപ്പർ 1-ൽ ഒന്നാം ഭാഷ, അതായത് നിങ്ങളുടെ മലയാളം, അറബിക് എന്ന് പറയുന്ന ലാംഗ്വേജ്, അതുപോലെ മാത്സും ഉണ്ടായിരിക്കും. അതിൽ 3 പാർട്ടുകൾ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. ആ ഒന്നാം പാർട്ട്, അതായത് ഉച്ചവരെയുള്ള എക്സാമിലായിരിക്കും മാത്സ് വരിക, അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജും വരിക. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന എക്സാമിൽ 2 ഘട്ടങ്ങളാണല്ലോ. പേപ്പർ 2-ൽ വരുന്ന സബ്ജക്റ്റുകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷ്, അതുപോലെ സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. അപ്പോൾ ആ ഉച്ചയ്ക്ക് ശേഷം വരുന്ന സെക്ഷനിലായിരിക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കാം. അതിൽ പാർട്ട് എയിലാണ് ഇംഗ്ലീഷ് വരുന്നത്. 15 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത് എന്നും ആലോചിക്കുക. ഇവിടെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ടാം പേപ്പറിൽ, പേപ്പർ 2-ൽ 55 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിലെ 55 ചോദ്യങ്ങളിലെ 15 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്നാണ് വരിക. ആകെ 15 ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഉത്തരം എഴുതേണ്ടതായിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് USS ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു ഓൾ ദ ബെസ്റ്റ് ഞാൻ പറയുന്നു. ഇനിയുള്ള വീഡിയോകളിൽ നമ്മൾ ടോപ്പിക് വൈസും എന്തിലേക്ക് കയറും, ഓരോ സെക്ഷനിലേക്കായിട്ട് നമ്മൾ കയറും. So I wish you all the very best and I will be right back with another video. വളരെ നല്ലൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Thank you so much. Goodbye.